ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൂവി മാനിഫെസ്റ്റോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ക്രാഷ് ലാൻഡിംഗ് ഓൺ യു എന്ന സീരീസിന്റെ 3rd എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം ജിയോൾ സെറീനെ കണ്ടുപിടിച്ച് ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുന്നത്. ആ സമയത്ത് ജോങ് ഹ്യോക്ക് അങ്ങോട്ട് വന്ന് സെരി അവന്റെ ഫിയാൻസി ആണെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് സെരി അടക്കം എല്ലാവരും ഞെട്ടി നിൽക്കുന്നത് നമ്മൾ 2nd എപ്പിസോഡിന്റെ അവസാനത്തിൽ കണ്ടിരുന്നു. അവളെ രക്ഷിക്കാനായിട്ട് ജോങ് ഹ്യോക്ക് ഇങ്ങനെ പറയുമെന്ന് അവളും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ചോള് പറയുന്നുണ്ട് ആരായാലും പ്യോങ്യാങ്ങിൽ നിന്നുള്ള പാസ് വേണം അത് കാണിക്കാനായിട്ട്. അപ്പോൾ ജോങ് ഹ്യോക്ക് പറയുന്നുണ്ട് സെരി സൗത്ത് കൊറിയയിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന്. ആ സമയത്ത് എല്ലാവരും സെരീനെ ഒരു മാതിരി നോട്ടം നോക്കുന്നുണ്ട്. സെരി ഡിവിഷൻ 11 വർക്ക് ചെയ്യുന്നതെന്നും അവൻ പറയുന്നുണ്ട്. ഡിവിഷൻ 11 എന്ന് പറഞ്ഞാൽ നോർത്ത് കൊറിയയിൽ നിന്ന് ചില ആളുകളെ സൗത്ത് കൊറിയയിലേക്ക് പറഞ്ഞയക്കും, അവിടുത്തെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഡിവിഷൻ 11 ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ആരും അവിടെ സംസാരിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യില്ല. ചോളും പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ജോങ് ഹ്യുക്ക് സെരീനെ രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സെരിക്കാണെങ്കിൽ ജോങ് ഹ്യുക്ക് സെരീനെ സൗത്ത് കൊറിയയിൽ ജോലി ചെയ്യുന്ന നോർത്ത് കൊറിയൻ സ്പൈ എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ജോങ് ഹ്യുക്ക് പറയുന്നുണ്ട് അവളെ രക്ഷിക്കാനായിട്ട് ആ സമയത്ത് വേറെ വഴിയൊന്നും തോന്നിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. ഞാൻ എന്ത് പറഞ്ഞാലും നീ നാളെ ഇവിടെ നിന്ന് പോകും, അതുകൊണ്ട് തന്നെ ഇത് നിന്നെ പിന്നീട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. നീ പോയതിനു ശേഷം നിന്നെക്കുറിച്ച് ഇവിടെ ആരും ചോദിക്കാനും പോകുന്നില്ല. ഇങ്ങനെയാണ് ജോങ് ഹ്യുക്ക് മറുപടി പറയുന്നത്. അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കോളനിയിലെ ഒരു പെൺപട അങ്ങോട്ട് വരുന്നുണ്ട് സെരീനെ കാണാനായിട്ട്. അവരവിടെ സെരീനെ വന്ന് കണ്ടു പോകുന്നുണ്ട്. ഇറങ്ങിയ അപ്പം തന്നെ സെരീനെ കുറിച്ച് കുറ്റം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ ജോങ് ഹ്യുക്കും സെരിയും കേൾക്കുന്നുണ്ടായിരുന്നു. സെരി ജോങ് ഹ്യുക്കിനോട് ചോദിക്കുന്നുണ്ട് സെരി പോയതിനു ശേഷം ഇവരാരെങ്കിലും സെരി എവിടെ പോയി എന്ന് ചോദിച്ചാൽ എന്തു പറയുമെന്ന്. അപ്പോൾ ജോങ് ഹ്യുക്ക് പറയുന്നുണ്ട് അത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിച്ചു നിന്നോളാംന്ന്. ആ സമയത്ത് സെരി അവനൊരു ക്ലാസ് തന്നെ എടുക്കുന്നുണ്ട്, എന്ത് പറയണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള രീതിയിൽ. പാവം ജോങ് ഹ്യുക്ക് അതൊക്കെ കേട്ടിരിക്കുന്നുണ്ട്. സെരി ജോങ് ഹ്യുക്കിനോട് ചോദിക്കുന്നുണ്ട് അവന് കീബോർഡ് പ്ലേ ചെയ്യാൻ അറിയുമോ എന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെരി അവന്റെ ബുക്ക് ഷെൽഫ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ലെറ്റർ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ജോങ് ഹ്യുക്ക് അവന്റെ പഴയകാല ഓർമ്മകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. ജോങ് ഹ്യുക്ക് കീബോർഡ് വായിക്കുന്നത് നമുക്ക് കാണാം. ജോങ് ഹ്യുക്കിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരിക്കൽ ഒരു പിയാനോ സ്റ്റാർ ആയിരുന്ന അവൻ പിയാനോ വായിക്കുന്നത് നിർത്തില്ലല്ലോ. എന്താ സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ സീരീസിന്റെ 2nd ഫീമെയിൽ ലീഡിനെയാണ്, സിയോദാൻ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സിയോദാൻ നോർത്ത് കൊറിയയിലേക്ക് തിരിച്ചു വരുന്നത്. എയർപോർട്ടിൽ വെച്ച് സിയോദാൻ ചോങ്ജുനെ പരിചയപ്പെടുന്നുണ്ട്. അവൻ നോർത്ത് കൊറിയയിൽ ഒളിച്ചു താമസിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. സിയോദാനെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് വരുന്നത് ജനറൽ ആണ്. ജനറൽ സിയോദാന്റെ അങ്കിളാണ്. സിയോദാൻ ജനറലിനോട് ചോദിക്കുന്നുണ്ട് അങ്കിളിന്റെ കാർ എവിടെയാണെന്ന്. അപ്പോൾ ജനറൽ പറയുന്നുണ്ട് അത് ജോങ് ഹ്യുക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന്. ജോങ് ഹ്യുക്കിന്റെ റിയൽ ഫിയാൻസെ ആണ് സിയോദാൻ. 10 കൊല്ലം മുമ്പ് ഇവരുടെ ഫാമിലി നിശ്ചയിച്ചിരിക്കുന്നതാണ് ഇവരുടെ കല്യാണം. സിയോദാൻ പറയുന്നുണ്ട് അവൾ പോയിട്ട് ജോങ് ഹ്യുക്കിന്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് വന്നോളാംന്ന്. അപ്പൊ ജനറൽ ചോദിക്കുന്നുണ്ട് സിയോദാനോട് നിങ്ങളുടെ കല്യാണം 10 വർഷം മുന്നേ തീരുമാനിച്ചതാണ്, 10 വർഷത്തിൽ എല്ലാം മാറാം. നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ഇപ്പോഴും നിന്നെ അവന്റെ ഫിയാൻസെ ആയിട്ട് കരുതുന്നുണ്ടെന്ന്? സിയോദാൻ ഇത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്, എന്നാൽ തിരിച്ചൊന്നും പറയുന്നില്ല. പിന്നീട് ചോളിനെ കാണിക്കുന്നുണ്ട്. ചോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. ഇത് ചോളിന്റെ രഹസ്യ താവളമാണ്. ഇതിന്റെ മറവിലാണ് ചോൾ എല്ലാ ഇല്ലീഗൽ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ചോളിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളെ നമുക്ക് കാണാം. അയാളുടെ പേരാണ് മൻബോക്ക്. ചോൾ അയാളോട് പറയുന്നുണ്ട് ജോങ് ഹ്യുക്ക് മുയോക്കിന്റെ അനിയനാണെന്ന്. ഇത് കേൾക്കുമ്പോൾ മാൻബോക്കിന്റെ മുഖം മാറുന്നുണ്ട്. ചോൾ മാൻബോക്കിനോട് ജോങ് ഹ്യുക്കിന്റെ മേലൊരു കണ്ണ് വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ മാൻബോക്ക് പറയുന്നുണ്ട് ഞാനൊരു വയർ ടേപ്പർ മേടിച്ചിട്ടുണ്ട്, അത് ജോങ് ഹ്യുക്കിന്റെ വീടിന്റെ പുറത്ത് ഫിറ്റ് ചെയ്യാം, അങ്ങനെ അവന്റെ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുമെന്ന്. ചോൾ പറയുന്നുണ്ട് അവന്റെ കൂടെ അവന്റെ ഫിയാൻസിയുമുണ്ട്, അതുകൊണ്ട് തന്നെ അവളെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അവനെ എളുപ്പത്തിൽ പെടുത്താൻ സാധിക്കുമെന്ന്. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്.
അതിൽ ജോങ് ഹ്യുക്കിന്റെ ചേട്ടൻ മുയോക്കിനെ കാണിക്കുന്നുണ്ട്. മുയോക്ക് ജോങ് ഹ്യുക്കിനെ കുറിച്ച് വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ജോങ് ഹ്യുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്വിറ്റ്സർലാൻഡ് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവൻ വലിയൊരു പിയാനോ സ്റ്റാർ ആണെന്നൊക്കെ മുയോക്ക് പറയുന്നുണ്ട്. നോർത്ത് കൊറിയൻ നിയമം അനുസരിച്ച് വീട്ടിലെ ഒരു മകനെങ്കിലും ആർമിയിൽ ജോയിൻ ചെയ്യണം. അതുകൊണ്ട് മുയോക്ക് ആർമിയിൽ ജോയിൻ ചെയ്തു. ജോങ് ഹ്യുക്ക് പഠിക്കാനായിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി. ഈ പറയുന്നതെല്ലാം മാൻബോക്ക് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മുയോക്കിന്റെ ഓരോരോ മൂവ്മെന്റ്സും മുയോക്കിനെ കൊല്ലാനായിട്ട് അറേഞ്ച് ചെയ്തിരുന്ന ട്രക്ക് ഡ്രൈവർക്ക് മാൻബോക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം ചോള് പറയുമ്പോൾ മാൻബോക്ക് ട്രക്ക് ഡ്രൈവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അവർ മുയോക്കിനെ കൊല്ലുന്നു. എങ്ങനെയാണോ കള്ളന്മാരെ കൊന്നത് അതുപോലൊരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടാണ് മുയോക്കിനെയും കൊല്ലുന്നത്. ചോളിന്റെ കയ്യിൽ ഒരു സീക്രട്ട് ട്രക്ക് ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചാണ് ശത്രുക്കളെ എല്ലാം ചോൾ വകവരുത്തിയിരുന്നത്. ഭാര്യയുടെയും മകന്റെയും കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മാൻബോക്ക് ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്നും നമുക്ക് കാണാം. രാവിലെ ആയപ്പോൾ എല്ലാവരും ജോങ് ഹ്യുക്കിന്റെ വീടിന്റെ മുന്നിൽ കിടക്കുന്ന വണ്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണാം. വളരെ കൗതുകത്തോടെയാണ് അവരെല്ലാവരും നോക്കി നിൽക്കുന്നത്. ശരിയാണെങ്കിൽ ഗേറ്റിനുള്ളിൽ കൂടെ ഇതെല്ലാം ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ജോങ് ഹ്യുക്ക് ഇവൾ എന്തായി ചെയ്യണേ എന്നുള്ള രീതിയിൽ അവളുടെ പിന്നിൽ വന്നു നിന്ന് അവനും നോക്കുന്നുണ്ട്. ജോങ് ഹ്യുക്ക് ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ശരി അവന്റെ കൂടെ യാത്ര അയക്കാൻ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോങ് ഹ്യുക്ക് ചോദിക്കുന്നുണ്ട് അത് എന്തിനാണെന്ന്. അപ്പോൾ ശരി പറയുന്നുണ്ട്, ഇന്നലെ ആ സ്ത്രീകൾ എന്നെ കുറിച്ച് കുറെ കുറ്റം പറയുന്നുണ്ടായിരുന്നില്ലേ, ചിലപ്പോൾ അവർ ശരിക്കും എൻ്റെ മുഖം രാത്രിയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് പുറത്തു പോയിട്ട് എൻ്റെ മുഖം ഒന്ന് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ജോങ് ഹ്യുക്ക് ചോദിക്കുന്നുണ്ട്, അവർ നിന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാൽ നിനക്ക് എന്താ, നീ എന്തായാലും പോവാൻ നിൽക്കല്ലേ ഇവിടുന്ന്. ശരി പറയുന്നുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ ശരി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇനി എന്നെ കാണില്ല. എന്നെ കുറിച്ച് അവർ നല്ലത് മാത്രം ഓർത്തിരിക്കണം എന്നെനിക്കുണ്ട്. അവൾ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ ജോങ് ഹ്യുക്ക് അവളെ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിന്റെ മുടി എന്താ ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുന്നത്, ഇവിടെ ഭ്രാന്തന്മാർ മാത്രമാണ് ഇങ്ങനെ നടക്കാറുള്ളൂ എന്ന്. എന്നിട്ട് അവൻ അവന്റെ കർച്ചീഫ് എടുത്തിട്ട് അവളുടെ മുടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവര് പുറത്തു വരുമ്പോൾ അവിടുത്തെ അമ്മായിമാരെയൊക്കെ കാണിക്കാനായിട്ട് സെരി ജോങ് ഹ്യുക്കിനോട് ഫ്ലേർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അവളാണെങ്കിൽ കൊഞ്ചി കുഴയുന്നുണ്ട്. അവൻ ഇതെന്താ ചെയ്യുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നുമില്ല. അവനാണെങ്കിൽ അവള് പറയുന്നത് പോലെയൊക്കെ ഇഷ്ടമല്ലെങ്കിൽ പോലും ചെയ്യാൻ നിന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജോങ് ഹ്യുക്ക് ജോലിക്ക് പോകുന്നു. നെക്സ്റ്റ് പാർട്ടുമായിട്ട് ഞാൻ വേഗം വരാൻ ശ്രമിക്കാം. അതുവരെ ടേക്ക് കെയർ, ബൈ.